ഒന്നും നേടാനില്ല എന്ന് നന്നായി അറിയുന്നത് കൊണ്ടാണ്. ഒന്നും നേടിയിട്ടില്ല. അതേസമയം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അത് വാസ്തവത്തിൽ ഒരു പ്രൊഫസറുടെ പകയോടുകൂടി ചെയ്തതാണ്. ഒരു പ്രൊഫസർ എന്ന നിലയ്ക്ക് ഒരു യൂണിവേഴ്സിറ്റി സിസ്റ്റം എന്നെ ടീസ് ചെയ്യുകയും ഫ്രസ്ട്രേറ്റ് ചെയ്യുകയും ചെയ്തതിന് കണക്കില്ല. ഒരു പ്രോജക്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പണം വന്നു കഴിഞ്ഞാൽ അത് സമയാസമയം ഉപയോഗിക്കാൻ, ഒരു പ്രോജക്റ്റിന്റെ അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ തുടങ്ങി ഈ സിസ്റ്റത്തിന് ഒരു അക്കാഡമിക്കിനെ ഏതൊക്കെ രീതിയിൽ ടീസ് ചെയ്യാമോ ആ രീതിയിലൊക്കെ. അതുകൊണ്ട് അതിനെതിരെയുള്ള ഒരു പകയുമായിട്ടാണ് ഞാൻ വന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഡോക്ടർ രാജൻ ഗുരുക്കൾ വൈസ് ചാൻസലർ എന്ന് എവിടെ എഴുതി കാണാത്തത്. പ്രൊഫസർ രാജൻ ഗുരുക്കൾ എന്ന് എഴുതി വെച്ചത് ഒരു പ്രൊഫസർ എന്ന നിലയ്ക്ക് എനിക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അത് ഈ സർവകലാശാലയുടെ ബ്യൂറോക്രാറ്റിക് സിസ്റ്റം എൻ്റെ മേലെ അടിച്ചേൽപ്പിച്ചിട്ടുള്ളതാണ്. അതുണ്ടാവരുത് വേറൊരു പ്രൊഫസർക്ക് എന്ന് കരുതിയിട്ട് ആരൊക്കെ ഗവേഷണത്തിന് തയ്യാറായി വന്നിട്ടുണ്ടോ അവരോട് വളരെ ഉദാരമായ രീതിയിലാണ് ഞാൻ പെരുമാറിയിട്ടുള്ളത്. അത്തരം ലക്ഷ്യങ്ങൾ, അത്തരം പക, അതൊക്കെ അടങ്ങിയിട്ടാണോ താങ്കൾ ഈ പടി? ഒരു വലിയ പരിധിവരെ ഞാൻ പക വീട്ടി എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ആ സംതൃപ്തിയായിട്ടാണ് ഞാൻ പോകുന്നത്. ഞാൻ പക വീട്ടിയതിന് ശാശ്വതമായിട്ടൊരു ഫലം ഉണ്ടാവണമെന്ന് വിചാരിച്ച് ഇതിനെയെല്ലാം യൂണിവേഴ്സിറ്റി ഓർഡറുകളാക്കി മാറ്റിവെച്ചാണ് ഞാൻ പോകുന്നത്. വളരെ നന്ദി.